ഇന്നലെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഹലോ കൂട്ടുകാരെ, ഇന്നലെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ല സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ട്. അപ്പം ഞാൻ പോയി 4 ഭാഗം പോയി നോക്കി, വീടിൻ്റെ 4 ഭാഗം പോയി നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ കാണുന്ന മരമുല്ല പൂത്തിട്ടുണ്ട് നല്ലോണം. ഇതിൻ്റെ സുഗന്ധം ഞങ്ങളെ 4 ഭാഗം പരിസരമാകെ 4 ഭാഗം ഇതിൻ്റെ മരമുല്ലയുടെ സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. അതൊരു സ്പ്രേ ചെയ്യുന്ന വാസന ഉണ്ടായിരുന്നു ഇതിന്. ഇത് നല്ലൊരു സംഭവമാണ്. ഈ മരമുല്ലയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഒരു വരദാനമായിട്ടാണ് കാണുന്നത്. അത്രയ്ക്കും നല്ല ഒരു സംഭവമാണിത്. നല്ല ഭംഗിയുണ്ട്. ഇത്രയും നല്ല ഒരു സംഭവം, ഒരു ദൈവത്തിൻ്റെ നല്ലൊരു അനുഗ്രഹമുള്ളൊരു ചെടി. അത്ര നല്ല സ്മെല്ലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഈ മരമുല്ല ഒന്ന് വെച്ച് പിടിപ്പിക്കുക. വീടിൻ്റെ മുറ്റത്ത് നല്ല സ്മെല്ലായിരിക്കും. ഇത് ഞങ്ങളെ അച്ഛൻ തയ്യൻ്റെ ഏർപ്പാടാണ്. അപ്പോൾ അവർ അത് കൊണ്ടുവന്നതാണ്. അത് ചെറുപ്പത്തിൽ കുഴിച്ചിട്ടിപ്പോൾ വലിയ മരമായിന്. അപ്പം പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. നിലാവെളിച്ചത്തിൽ വല്ല വെള്ള പുതപ്പിട്ട പോലെ ഉണ്ടാവും ഇത്. നല്ല സ്റ്റൈലാണ് കാണാൻ. അതേപോലെ നല്ല സുഗന്ധവും. ഒരു ഇലയ്ക്കൊന്നൊരു ബുദ്ധിമുട്ടുള്ള ഇലയുള്ള മരമല്ല അത്. ഇല ഉണങ്ങി വീണ് മുറ്റാകെ നാശമാവുന്ന ഒരു മരമല്ല. നല്ലൊരു സംഭവമാണ് ഇതിന് ഏകദേശം ഒരു 5-8 കൊല്ലത്തോളം പഴക്കമുണ്ടാവും. എന്നാലും വല്ലാതെ പൊങ്ങിയിട്ടില്ല. നല്ലതായിട്ട് എല്ലാ സമയത്തും പൂത്തുകൊണ്ടിരിക്കും. നല്ല കട്ട പൂവായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ പറിച്ച് നമുക്ക് മാല കോർക്കാനോ അതിനൊന്നും ഇത് പറ്റില്ല. അപ്പോഴേക്കിത് കൊഴിഞ്ഞു വീഴും. അങ്ങനത്തെ നല്ലൊരു ചെടിയാണിത്. അത് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് കൂട്ടുകാരെ. ഇതാണ് സംഭവം. നല്ല സ്റ്റൈലുണ്ട്. ഇവിടെ കുറച്ച് കാടായതുകൊണ്ട് അങ്ങോട്ട് പൂവിൻ്റെ അടുത്തേക്കാണ്ട് പോകാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അവിടെ കാടായതുകൊണ്ട് പോയിട്ടില്ല. നല്ല സ്റ്റൈലായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഇത് വീഡിയോയിലിട്ട് നിങ്ങളെല്ലാവരെയും കാണിക്കാം.